പക്ഷേ നാട്ടിലുള്ള നമുക്ക് നാട്ടുകാരെല്ലാവരും കൂടി പിരിവെടുത്ത് വേണം ഈ ദേവസ്വം ബോർഡിനെ കൂടി ചേർന്നാണ് ഈ ആനയെ നടക്കിയിരുത്തിയത്. പക്ഷേ ഈ ആനയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആന തറയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ 4 കാലിലും പഴുപ്പ് കയറി പുഴു അരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ ആനയെ കഴക്കൂട്ടത്തെ ഭാഗത്ത് ഒരു 15 ദിവസത്തേക്ക് മാറ്റി നിർത്തണം എന്നുള്ളൊരു ഓർഡർ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഓർഡർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്നില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പറയുന്നത് സത്യമാണ്, ഒരു ആനക്കാരൻ മാത്രമേ ഉള്ളൂ. അത് ദേവസ്വം ബോർഡ് അനാസ്ഥയാണ്. ഒരു 3 ആനക്കാരെങ്കിലും ഈ ആനയ്ക്ക് വേണമെന്നാണ് നിയമമുള്ളത്. സോളമനാണ് ചേരുന്നത്. അരുൺ, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആനയുടെ കാൽപാദങ്ങളുടെ ഒരു അവസ്ഥ കാണാം. 4 കാലിന്റെയും അവസ്ഥ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഉള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആനയായ കാർത്തികേയൻ എന്ന ആനയെപ്പറ്റി ഒരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നു. അതായത് അവിടുത്തെ നാട്ടുകാർ പരാതി പറയുകയാണ്, ദേവസ്വം ബോർഡ് ഈ ആനയെ പരിപാലിക്കുന്നതിൽ വളരെയധികം വീഴ്ച വരുത്തിയെന്നും ആന മതപ്പാട് കഴിഞ്ഞ ശേഷവും ഒരേ തറയിൽ നിൽക്കുന്നുവെന്നും ആനയ്ക്കിപ്പോൾ ഒരൊറ്റ പാപ്പാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ആനയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയെന്നും ഇങ്ങനെ പോയാൽ ആന അധികം വൈകാതെ ചെരിയുമെന്നുമൊക്കെയാണ് അവർ പരാതി പറഞ്ഞത്. കൂടാതെ ആനയെ കെട്ടിയിരിക്കുന്ന തറയിൽ ആനയ്ക്ക് ആവശ്യമായ ഭക്ഷണമൊന്നുമില്ല എന്നും നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ശേഷം വളരെയധികം സങ്കടവും മാത്രമല്ല കുറച്ച് ദേഷ്യവും തോന്നി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്, ഏകദേശം 1 വർഷം ആവാറായി മുൻപാണ് ഈ ആനയുടെ പാപ്പാനായിരുന്ന വിഷ്ണുവിനെ ചിലർ ഇടപെട്ട് ഈ ആനയിൽ നിന്നും മാറ്റിച്ചത്. നമുക്കറിയാം ഉള്ളൂർ കാർത്തികേയൻ എന്ന ആന മതപ്പാടിൽ കാണിക്കുന്ന ബഹളം എന്താണെന്ന്. ആനയുടെ 2 കൊമ്പ് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ആനയുടെ ചിത്രം എപ്പോഴെങ്കിലും കാണുമ്പോൾ ആ കൊമ്പ് കാണുക. ആ 2 കൊമ്പിലും ചങ്ങല ഉരഞ്ഞ പാട് കാണാം. അതായത് ഈ മതപ്പാട് സമയത്ത് ഈ ആന കുറച്ചുകൂടി അഗ്രസീവാണ്. ഈ സമയത്ത് ആന കൊമ്പിൽ ചങ്ങല ചുറ്റി വലിച്ച് വേണ്ട ബഹളം കാണിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആർക്കും ഈ ആനയുടെ അടുത്ത് ചെന്ന് കയറി തറിയൊന്നും വൃത്തിയാക്കാൻ സാധിക്കത്തില്ല. ചില സമയത്ത് 1-2 അടി കൊടുത്ത് ആ മരത്തിലെങ്ങനെ കൊടുത്ത് മാത്രമേ ആനയെ ഒന്ന് ഒതുക്കി ആ തറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ ചങ്ങല ഒന്ന് ഇളക്കി ആനയുടെ ആ മുറിവിലൊക്കെ മരുന്ന് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാപ്പാനെയാണ് ചിലർ ആ ദൃശ്യങ്ങൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ആനയെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള കുറച്ച് നാട്ടുകാരാണെന്ന് തോന്നുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് വലിയ വാർത്തയാക്കി ആ പയ്യനെ മാറ്റിച്ചത്. വിഷ്ണു എന്നാണ് തോന്നുന്നു ആ പയ്യൻ്റെ പേര്. വളരെ നല്ല രീതിയിലാണ് കുറച്ച് കാലം ആ പയ്യൻ ആനയെ വളരെ നന്നായിട്ട് നോക്കിയത്. അങ്ങനെ നന്നായിട്ട് നോക്കിയ പയ്യനെ ഇങ്ങനെ വലിയ സമ്മർദ്ദമുണ്ടായപ്പോൾ ദേവസ്വം ബോർഡ് ഇടപെട്ട് ആ പയ്യനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ആ പയ്യൻ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. അങ്ങനെ ആ പാപ്പാനെ മാറ്റി പുതിയ പാപ്പാൻ ചുമതലയേറ്റു. ഇപ്പോഴിതാ അവർ പറയുന്നു അവർക്കിപ്പോൾ ഒരു പാപ്പാനേ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് ആനയെ മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നു. ശരിക്കും ആനയെപ്പറ്റി ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർ കാണിച്ച പോക്കൃത്തനത്തിൻ്റെ ഫലമാണ് ആ ആന നിന്ന് അനുഭവിക്കുന്നത്. ഇപ്പം പരിചയസമ്പത്തുള്ള നല്ലൊരു ആനപ്പാപ്പാൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ ആനയുമായി നല്ല ചട്ടമുള്ള ഒരു ആനപ്പാപ്പാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഉറപ്പായിട്ടും. എങ്കിൽ ഈ ഒരു അവസ്ഥ ആനയെ അവിടെ നിന്നും അഴിച്ച്, കാരണം നീതി കഴിഞ്ഞാൽ ഒരു ആനയെ അഴിച്ചില്ലെങ്കിൽ അത് ആ പ്രാണിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. മതപ്പാട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് ഒലിവ് മാറിക്കഴിഞ്ഞാൽ ആനയുടെ തറി മാറ്റി കെട്ടണം. തറി മാറ്റി കെട്ടിയില്ലെങ്കിൽ ആനയ്ക്ക് പിന്നീട് പാദരോഗം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ആനയ്ക്ക് പാദരോഗം ഉണ്ടെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആനയെ മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ അതിന് തീർച്ചയായിട്ടും കാരണം അവിടുത്തെ ചില ആൾക്കാർ തന്നെയാണ്. അവരന്ന് ആ വീഡിയോ പ്രചരിപ്പിച്ചത് കാരണമാണ് വിഷ്ണു എന്ന് പറയുന്ന ആ മുൻപത്തെ പാപ്പാനെ മാറ്റാൻ കാരണം. അപ്പോൾ ആനയെപ്പറ്റി ഇപ്പം നമ്മുടെ കളിക്കൊടുക്കയും ബാലരമയും വായിച്ച് പരിചയമുള്ളവർ ഈ ആനയെപ്പറ്റി അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് കാരണമാണ് ഒരുത്തൻ്റെ അന്നം മുട്ടിയതും അവൻ്റെ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആ പയ്യൻ്റെ അന്നം മുട്ടുകയും ചെയ്ത് അതുപോലെ തന്നെ ആ മെണ്ടാപ്രാണിയുടെ അവസ്ഥ ഇത്രയ്ക്ക് മോശമായതും.